ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ കാശപ്പൻ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുള്ള എൻ്റെയും കുഞ്ഞിൻ്റെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. കാശുവിനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന വഴി കുക്കു കയ്യിലിരുന്ന് ഉറങ്ങും. പിന്നെ നേരെ വന്ന് കുക്കിനെ തൊട്ടി കിടത്തിയിട്ട് മുറി എങ്ങ് ഒതുക്കിലാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാശു സ്കൂളിൽ പോയി കഴിഞ്ഞാലുള്ള നമ്മുടെ മുറിയുടെ കോലം എഴുതാൻ കേട്ടോ ഇട്ട ഡ്രസ്സ് വരെ എവിടെയെങ്കിലുമൊക്കെ വലിച്ചൂരിയിട്ടിട്ടാവും ആശാൻ പോകുന്നത്. ഇന്നെന്തായാലും മുറി വൃത്തിയാക്കുന്നതിന് മുന്നേ വയറ്റിൽ എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ എണീക്കുന്നതിന് മുന്നേ കഴിക്കണം. രാവിലത്തെ കാപ്പിക്ക് ഇടിയപ്പവും കിഴങ്ങേറിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അത്ര താല്പര്യമില്ല. എനിക്ക് പൊതുവേ പലഹാരങ്ങളോടൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ വന്ന പാടെ കുറച്ച് ചോറും ഉണക്കത്തേരൻ്റെ മേൽ നല്ല പച്ചമാങ്ങ ആക്കിയിട്ട് കറി വെച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. ആ കൂട്ടത്തിൽ മാലിമുളക് തോരനും ഞങ്ങളുടെ ഒരു സ്പെഷ്യലാണ്. വേഗം തന്നെ വന്ന പാടെ അതൊക്കെ കഴിച്ചു. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുഞ്ഞൻ തൊട്ടിക്കകത്ത് നിന്ന് എണീറ്റു. ആൾക്ക് പകൽ വലിയ ഉറക്കമൊന്നും ഇല്ലാത്ത ടീമാണ് കേട്ടോ. ഏതാണ്ട് ഒരു ഉറങ്ങുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് ഉറങ്ങും. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും ആശ സമ്മതിക്കില്ല. പിന്നെ ബാക്കിയുള്ള എൻ്റെ ഒരു കലാപരിപാടീസും നടക്കില്ല. അതുകൊണ്ട് എന്തായാലും തൊട്ടി തന്നെ കിടക്കട്ടെ എന്ന് ഓർത്തു. അവൻ തൊട്ടി കിടന്ന സമയം കൊണ്ട് കട്ടിലെല്ലാം ഒന്ന് കൊട്ടി വേഗം വിരിച്ചു കേട്ടോ. കാശുവിൻ്റെ സാധനങ്ങളെല്ലാം 100 ഭാഗത്ത് വലിച്ചെറിഞ്ഞിട്ടിട്ടുണ്ട്. കുഞ്ഞിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. എല്ലാം ഒന്ന് അടുക്കി സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. കാശുവിന് രാവിലെ കൊടുത്ത കാബി ഗ്ലാസ് വരെ മുറിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. എല്ലാം ഒന്ന് എടുത്തുകൊണ്ട് വെച്ചപ്പോഴത്തേക്കും കുഞ്ഞൻ്റെ വിളി തൊട്ടിയിൽ നിന്ന് നീട്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി ഇട്ട് കരയിച്ച് കഴിഞ്ഞാൽ അവൻ നിലം തൊടിയിക്കാതെ തുള്ളും. അതുകൊണ്ട് വേഗം തന്നെ തൊട്ടിയിൽ നിന്നെടുത്ത് കുറച്ച് നേരം ഒന്ന് കഥയൊക്കെ പറഞ്ഞ് കൈ തന്നെ ഇരുത്തിയിട്ടോ. വേഗം തന്നെ കൊണ്ടൊക്കെ കിടത്തിയ ആൾ സമ്മതിക്കത്തൊന്നുമില്ല. ഇതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയി. കുറച്ച് നേരം ഞങ്ങൾ വഴിയെക്കൂടെ നിന്നൊക്കെ നടന്ന് കാക്കേനെയും പട്ടീനെയും പൂച്ചേനെയും കണ്ടു കേട്ടോ. പിന്നെ നേരെ വന്ന് മുറി കൊണ്ടുവന്ന് കട്ടിലേ കൊണ്ടൊക്കെ കിടത്തി. അല്ലാതെ ഒന്നും ആൾ സമ്മതിക്കില്ലെന്ന് തൊട്ടിയിൽ നിന്ന് നേരെ എടുത്ത് കട്ടിലേ കിടത്താനൊന്നും. പിന്നെ കരയാൻ തുടങ്ങിയപ്പോൾ കയ്യിലൊരു ചെറിയ കളിപ്പാട്ടമൊക്കെ കൊടുത്ത് അവിടെ സെറ്റ് ചെയ്ത് കിടത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറേ തുണി മടക്കാനുണ്ട് കേട്ടോ. ഇത് കുഞ്ഞൻ്റെ തുണിയെല്ലാം ഇന്നലെ വൈകിട്ട് ഞങ്ങൾ അലക്കി ഉണങ്ങി വെച്ചതാണ്. പക്ഷേ കുഞ്ഞൻ്റെ വഴക്ക് കാരണം മടക്കി വെക്കാൻ പറ്റിയില്ല. അത് പിറ്റേ ദിവസത്തേക്ക് നീണ്ടും. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അതിൻ്റെ അന്ന് തുണിയൊക്കെ ഓരോന്ന് തപ്പി കണ്ടുപിടിച്ചെടുത്തപ്പോഴത്തേക്കും ആകെ എല്ലാം ചുരുണ്ടുകൂടി ഒരു വകയായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും വേണ്ടില്ല, കുഞ്ഞൻ വഴക്കില്ലാത്ത സമയത്ത് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. കുഞ്ഞൻ എപ്പോഴാണ് കീന കയറുകയെന്ന് പറയാൻ പറ്റില്ല. കാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് വഴി കൂടെ ഓടേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് വേഗം തന്നെ അത്യാവശ്യം തുണിയെല്ലാം ഒന്ന് മടക്കി വെച്ചു. അധികം നേരം കിടക്കില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു. കുഞ്ഞൻ അപ്പം തന്നെ തുള്ളൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ ഒരു കളിപ്പാട്ടമൊക്കെ എടുത്ത് കുഞ്ഞൻ്റെ ഒരു 10 മിനിറ്റും കൂടെ പറ്റിച്ച് എങ്ങനെയെങ്കിലും കിടത്തണമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും കുഞ്ഞനും വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. 2 കൈക്ക് ചെയ്യാൻ അറിയാൻ പറ്റാതിരുന്ന കാര്യങ്ങളൊക്കെ 2 കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോൾ ഒറ്റ കൈക്ക് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് കേട്ടോ സത്യം. ഒറ്റ കൈക്ക് കുപ്പി തുറന്ന് ഒറ്റ കൈക്ക് അടയ്ക്കുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ ഈ അടുത്തിടയ്ക്ക് പഠിച്ചതാണ്. വഴക്കില്ലാതെ കിടക്കുന്ന ഈ 5 മിനിറ്റ് ഗ്യാപ്പ് നോക്കി വേണം കേട്ടോ മുറിയിലെ കലാപരിപാടിയൊക്കെ നടത്താൻ. അപ്പോഴത്തേക്കും വേഗം അവൻ്റെ തുണിയൊക്കെ ഉണ്ടായിരുന്നു അലക്കാൻ വേണ്ടി മുറിക്ക് പുറത്തെടുത്ത് വെച്ചു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലങ്കോലമായി കിടക്കുന്ന നമ്മുടെ തറയെല്ലാം അടിച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ്. കാശപ്പനാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറും ഒരു കത്രികയും കൈ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരു പരിപാടിയില്ല. മുറിയിലൂടെയൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട് കിടക്കും. ഈ അടിച്ചു വരുന്ന നേരത്തും ഒളികണ്ണിട്ട് നോക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞൻ കട്ടിലേൽ അലമ്പില്ലാതെ തന്നെ അല്ലേ കിടക്കുന്നത്, കുഴപ്പമൊന്നുമില്ലല്ലോ, സേഫ് അല്ലേ എന്ന് തന്നെയാണ് കേട്ടോ നോക്കുന്നത്. അപ്പോഴത്തേക്കും അടിച്ചു വാരി മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞുവിൻ്റെ അടുത്ത കരച്ചിൽ വന്നു. പിന്നെ കുറേ നേരം കുഞ്ഞുവിനെ എടുത്ത് കഥയൊക്കെ പറഞ്ഞ് കൊണ്ട് നടന്നു. ഈ 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടുന്നതിനിടയ്ക്ക് വേണം കേട്ടോ ഈ കലാപരിപാടിയൊക്കെ നടത്താൻ. പിന്നെ കുറേ നേരം കൊട്ടി ഇങ്ങനെ കൊണ്ടയൊക്കെ നടന്ന് മുറ്റത്ത് കൂടെയൊക്കെ നടന്നപ്പോഴത്തേക്കും കുഞ്ഞിന് ഉറക്കം വന്നു. കുഞ്ഞിന് ഉറങ്ങി. ഒട്ടും മടിച്ചില്ല, നേരെ തന്നെ തൊട്ടിയെ കൊണ്ട് കിടത്തിയിട്ട് ബാക്കി മുറികളെല്ലാം ഒന്ന് അടിച്ചു വാരിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അടിച്ചു വാരിയിട്ട് സെറ്റ് ചെയ്ത് നമ്മുടെ മുറിയുടെ കോലം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അത്യാവശ്യം എല്ലാം തന്നെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അധികം നേരത്തേക്കൊന്നും കിടക്കില്ല. ഇനി അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹാള് ഒന്ന് ഒതുക്കി വെക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ ഇത് ഹാളല്ല കേട്ടോ, നമ്മുടെ പെരപണി കഴിഞ്ഞ പെരയല്ല. താഴത്തെ നിലയിൽ 2 അടുക്കളയും ഒരു ബെഡ്റൂമുമാണുള്ളത്. അത് പെട്ടെന്ന് നമ്മൾ താമസിക്കാൻ കയറിയപ്പോൾ അവിടെ ഒരു ബെഡ്റൂം പിടിച്ചതാണ്. നിലവിൽ നമ്മുടെ പ്ലാനിങ് ഇതൊന്നും ആയിരുന്നില്ല. അപ്പോൾ താഴത്തെ നിലയിൽ 2 അടുക്കളയും ഒരു കുഞ്ഞടുക്കളയും ഒരു വലിയ അടുക്കളയും. ആ വലിയ അടുക്കളയാണ് ഈ കാണുന്നത്. അതാണ് ഞങ്ങളിപ്പോൾ ഹാളായിട്ട് ഉപയോഗിക്കുന്നത്. മുകളിലത്തെ നിലയിൽ ഒരു കടമുറിയും അതുപോലെ തന്നെ ഒരു ബെഡ്റൂമുമാണുള്ളത്. നമ്മുടെ പെരപണി കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു വലിയ പെരയായിട്ട് സംഭവം സെറ്റാവുള്ളൂ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ. അപ്പോൾ നമ്മുടെ വലിയ അടുക്കള ഞങ്ങൾ ഹാളായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് കട്ടിൽ എന്ന് പറയാൻ പറ്റിയ ഒരു കമ്പിക്കട്ടിൽ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പം ടേബിളെല്ലാം ഒന്ന് തുടച്ച് കട്ടിലെല്ലാം ഒന്ന് കൊട്ടി വിരിച്ച് സ്ലാവെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു കേട്ടോ. അത്യാവശ്യം നമ്മുടെ അടിക്കലും തുടക്കലും കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുഞ്ഞൻ്റെ കുറേ തുണികൾ അലക്കാനിരിപ്പുണ്ട്. അതെല്ലാം കൂടെ എടുത്ത് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് 2 കറക്കാണ്. അതെല്ലാം കറക്കാനിട്ടതിന് ശേഷം നേരെ വന്ന് അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. മമ്മി വീട്ടിലില്ലാതിരുന്നതുകൊണ്ടാണ് ഇത്രയും പരിപാടിയൊക്കെ ഞാൻ നടത്തുന്നത്. മമ്മി രാവിലെ നമ്മുടെ ഏലത്തിന് വളമൊഴിക്കാൻ വേണ്ടി പപ്പായുടെ കൊടുത്ത് കയറിപ്പോയി. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ചോറും കറിയൊക്കെ മമ്മി തന്നെ വെച്ചിട്ടാണ് കയറിപ്പോയത്. അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ വാഷ് ബേസിനിൽ എടുത്തിട്ട് നേരെ ഗ്യാസും അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. ശേഷം നമ്മുടെ
നമ്മുടെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലായിടവും ഒന്ന് ഒതുക്കി വെച്ചു കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അധികം സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ള സ്ഥലം കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് വെക്കുന്നത്. അപ്പം സ്ലാവ് എല്ലാം കഴുകി വാഷ് ബേസിനൊക്കെ കഴുകി എല്ലാം ഒന്ന് തുടച്ച് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്ലാവിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. നോക്ക് മക്കളെ നോക്കേ. പിന്നെ നേരെ നമ്മുടെ മിറ്റമൊക്കെ അടിക്കാൻ ഇറങ്ങി. ഈ പറഞ്ഞതുപോലെ തന്നെ മിറ്റവും അധികമൊന്നുമില്ല, കുഞ്ഞു മിറ്റമാണ് കേട്ടോ ഞങ്ങളുടേത്. അതുകൊണ്ട് അധികം മിറ്റം അടിച്ചൊന്നും ആരും തളരില്ല. മിറ്റത്തിൻ്റെ വാതിക്കലായിട്ട് കുറച്ച് മിറ്റിൽ വിതറിയിട്ടുണ്ട് കേട്ടോ. ആ മിറ്റലിൻ്റെ അവിടെ അധികം സാധനങ്ങളൊന്നും അടിച്ചു വരാൻ ഉണ്ടാവാറില്ല, എന്നാലും ജസ്റ്റ് എല്ലാം ഒന്ന് തൂത്ത് തുടച്ചിടും. വാതിക്കലിൻ്റെ അപ്പുറത്തേക്ക് മിറ്റമായിട്ട് ഇതാ ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ, അതായത് ഒരു കുറച്ച് ഭാഗം മാത്രം. അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കുഞ്ഞു കുഞ്ഞു ഇലകൾ എപ്പോഴും പൊടിഞ്ഞു കിടക്കുന്നുണ്ടാവും കേട്ടോ. ഈ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ റൈസ് കുക്കറിൽ വെച്ചിരുന്ന ചോറൊക്കെ എടുത്ത് നേരെ ഞാൻ തിളപ്പിക്കാൻ വെച്ചു. പിന്നെ നേരെ അത് ഊറ്റി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു കഴിയുമ്പോൾ തിരിച്ച് റൈസ് കുക്കറിൽ തന്നെ വെക്കും, കാരണം ചൂടോടെ ചോറ് കഴിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ രാവിലത്തെ കുറച്ച് കലാപരിപാടീസ്. അതായത് കാശുവിന് സ്കൂളിൽ വിട്ടിട്ട് വന്നാൽ നമ്മുടെ കുറച്ച് കലാപരിപാടീസ് ഇതാണ് നമ്മുടെ അടുക്കളയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വലിയ അടുക്കള, അതായത് ഹാളായിട്ട് ഉപയോഗിക്കുന്ന ഞങ്ങളുടെ വലിയ അടുക്കളയുടെ ലുക്ക് ഇതാണ്. പിന്നെ നമ്മുടെ ഒതുക്കി വെച്ച മുറി ഞാൻ ആദ്യമേ കാണിച്ച് കുഞ്ഞൻ തൊട്ടി കിടപ്പുണ്ട്. അപ്പം മൊത്തത്തിൽ അടുക്കി വെച്ച ഒരു സെറ്റപ്പ് ഇതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.